കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനിലെ വിമതരായിട്ടുള്ള BLA, അതായത് ബലൂച്ച് ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ ഞങ്ങൾ സ്വതന്ത്രമാക്കിയെന്നും അവിടെ ഞങ്ങൾ ഭരണം തുടങ്ങിയെന്നും ക്വറ്റയാണ് അതിൻ്റെ തലസ്ഥാനം എന്നും പ്രഖ്യാപിച്ചത്. ഇതിനുശേഷം ചില റിപ്പോർട്ടുകളെല്ലാം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാന്റെ പ്രശ്നങ്ങൾ എങ്ങും എത്തുന്നില്ലെന്നാണ് ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ബലൂച്ച് ലിബറേഷൻ ആർമി ഓപ്പറേഷൻ ഫറോക്ക് ആരംഭിച്ചിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ 51 സ്ഥലങ്ങളിലായി ആകെ 71 ആക്രമണങ്ങളാണ് ഓപ്പറേഷൻ ഫറോക്ക് വഴി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തിയത്. ഈ സംഘടിത ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം BLA പരസ്യമായി ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ആഗോള ഭീകരതയുടെ വിളനിലമാണ് പാകിസ്ഥാൻ എന്നാണ് അവർ പറയുന്നത്. BLA ഒരു പ്രസ്താവന തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാനെ ഭീകര രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്നാണ് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ പുതിയ നയം. ഓപ്പറേഷൻ ഫറൂഖ് എന്ന പേരിൽ കെച്ച്, പഞ്ച്ഗൂർ, മസ്തുക്, ജാമുറാങ്, തൊലാങ്കി, കുൽക്കി, നുഷ്കി പ്രദേശങ്ങളിൽ മാത്രമല്ല ബലൂചിസ്ഥാന്റെ തലസ്ഥാനമായിട്ടുള്ള ക്വറ്റയിലും BLA ആക്രമണം നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആക്രമണത്തിൽ അവർ പാകിസ്ഥാന്റെ സൈന്യത്തെയും ഇന്റലിജൻസ് പോസ്റ്റുകളെയും മാത്രമല്ല ആക്രമിച്ചത്, മറിച്ച് പ്രാദേശിക പോലീസ് സ്റ്റേഷനുകളെയും ധാതുക്കൾ കൊണ്ടുപോകുന്നത്. അതായത് ബലൂചിസ്ഥാൻ എന്ന് പറയുമ്പോൾ അവിടെ പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ മിനറൽസ് ഉള്ളത് അത് ബലൂചിസ്ഥാനിൽ. അതുകൊണ്ടാണ് ചൈനയൊക്കെ അവിടെ വന്ന് വലിയ രീതിയിൽ പര്യവേഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രാദേശിക പോലീസ് സ്റ്റേഷനുകളും ധാതുക്കളും കൊണ്ടുപോകുന്ന വാഹനങ്ങളടക്കം അവർ ലക്ഷ്യം വെച്ചു. ആ പ്രസ്താവനയിൽ ആ ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ സൈന്യം നമ്മുടെ നിരപരാധികളായ സാധാരണക്കാരെ കൊന്നതിന് പ്രതികാരം ചെയ്യുന്നുവെന്ന് BLA പറയുന്നുണ്ട്. ഞങ്ങൾ അവയിൽ IEDകൾ ഉപയോഗിച്ചു, ഞങ്ങൾ സ്ഫോടനങ്ങളും സ്നൈപ്പർ ഫയർ ഉപയോഗിക്കുമെന്നാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറയുന്നത്. ഇസ്ലാമാബാദ് ആസ്ഥാനമാക്കിയുള്ള ഫെഡറൽ ഗവൺമെന്റിന് ബലൂചിസ്ഥാൻ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ യാതൊരു നിയന്ത്രണവുമില്ല എന്ന് വിശകലന വിദഗ്ധർ പറയുന്നു. ഖൈബർ പഖ്തൂൺഖ്വയിലെ പല പർവ്വത പ്രദേശങ്ങളിലും സർക്കാർ നടത്തുന്നത് ഖാൻ സാഹിബുകളാണ്. അതേസമയം ബലൂചിസ്ഥാനിൽ സർക്കാർ നടത്തുന്നത് അമീറുകളാണ്. പാകിസ്ഥാനിലേക്കുള്ള ചൈനയിലെ കടന്നുകയറ്റത്തെ ശക്തമായി എതിർക്കുന്നവരാണ് പഷ്തൂണുകളും ബലൂച്ചുകളും എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാന് ഇത് വലിയൊരു തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.